ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവവചനം സംഖ്യയുടെ പുസ്തകത്തിനുള്ള വായന. ആമുഖം. സീനായി മലയിൽ എത്തിയ ജനം അവിടെ നിന്ന് പുറപ്പെട്ട് വാഗ്ദത്ത ഭൂമിയുടെ അതിർത്തിയിൽ മോവാബ് താഴ്വരയിൽ എത്തുന്നതുവരെയുള്ള ഏകദേശം 40 വർഷത്തെ ചരിത്രമാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. ഈ കാലഘട്ടത്തിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും 1 to 26 വരെയുള്ള അധ്യായങ്ങളിൽ ഓരോ ജനസംഖ്യ കണക്കെടുപ്പ് നടക്കുന്നുണ്ട്. ഇതിൽ നിന്നാണ് സംഖ്യ എന്ന പേർ പുസ്തകത്തിന് ലഭിച്ചത്. ഇസ്രായേൽ മക്കളിൽ യുദ്ധശേഷിയുള്ളവരെ എണ്ണി തിട്ടപ്പെടുത്തുകയായിരുന്നു കണക്കെടുപ്പിൻ്റെ ഉദ്ദേശം. മരുഭൂമിയിൽ കഴിച്ചുകൂട്ടിയ വർഷങ്ങളിലെ ചരിത്രം ദൈവത്തിനും മോശയ്ക്കുമെതിരെ പിറുപിറുക്കുന്ന ജനത്തിന് ശിക്ഷയിലൂടെ ദൈവം നൽകുന്ന ശിക്ഷണത്തിന് സാക്ഷ്യം നൽകുന്നു. കാദേശ് ബർന്നേയയിൽ നിന്ന് കാനാൻ ദേശം ഒറ്റുനോക്കാൻ മോശ അയച്ചവരിൽ ജോഷയും കാലേബും ഒഴികെ മറ്റെല്ലാവരും ഭീരുക്കളായി വർത്തിച്ചു. ശത്രുവിനെ ഭയന്ന അവർ ദൈവത്തിൻ്റെ കരുത്തുറ്റ കരത്തിൽ വിശ്വാസമർപ്പിച്ചില്ല. ജോഷയും കാലേബും കാനാൻ ദേശത്ത് പ്രവേശിക്കും. അവിശ്വസ്തരായവരിൽ ഒരുവൻ പോലും പ്രവേശിക്കുകയില്ല എന്ന് അവിടുന്ന് അറിയിച്ചു. പാരാൻ മരുഭൂമിയിൽ കാദേശ് ബർന്നേയ വരെ എത്തിയ അവർ കാനാൻ ദേശത്ത് നേരിട്ട് പ്രവേശിക്കാതെ ചെങ്കടലിന് നേരെ മരുഭൂമിയിലേക്ക് തിരിച്ചുപോയി. മരുഭൂമിയിൽ ചുറ്റിത്തിരിഞ്ഞ് അവർ മോവാബ് താഴ്വരയിലെത്തി. കാനാൻ ദേശത്ത് പ്രവേശിക്കുകയില്ലെന്ന് ദൈവം പറഞ്ഞിരുന്ന തലമുറ മുഴുവൻ ഇതിനകം മരിച്ചു കഴിഞ്ഞിരുന്നു. കോരഹിൻ്റെയും അനുചരന്മാരുടെയും എതിർപ്പ്, പിത്തള സർപ്പം, ബാലാമിൻ്റെ പ്രവചനങ്ങൾ, പാറയിൽ നിന്ന് മോശ ജലം പുറപ്പെടുവിക്കുന്നത് തുടങ്ങിയ സംഭവങ്ങൾ സംഖ്യാഗ്രന്ഥത്തിൽ പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നു. ചരിത്ര സംഭവങ്ങൾ വിവരിക്കുന്നതിനിടയിൽ വിവിധ നിയമങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും നൽകിയിരുന്നു. സംഖ്യയുടെ പുസ്തകത്തിനുള്ള വായന. 1-ാം അധ്യായം 1 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ. ജനസംഖ്യ. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 2-ാം വർഷം 2-ാം മാസം 1-ാം ദിവസം സീനായി മരുഭൂമിയിൽ സമാഗമ കൂടാരത്തിൽ വെച്ച് കർത്താവ് മോശയോട് കൽപ്പിച്ചു. ഗോത്രവും കുടുംബവും തിരിച്ച് ഇസ്രായേൽ സമൂഹത്തിലെ സകല പുരുഷന്മാരുടെയും കണക്കെടുക്കുക. 20 അതിന്മേലുമുള്ള വയസ്സും യുദ്ധം ചെയ്യാൻ കഴിവുമുള്ള ഇസ്രായേലിലെ സകലരെയും ഗണം തിരിച്ചെണ്ണുക. നീയും അഹ്റോനും കൂടിയാണ് കണക്കെടുക്കേണ്ടത്. ഓരോ ഗോത്രത്തിലും നിന്ന് ഒരു തലവനെ കൂടെ കൊണ്ടുപോകണം. നിങ്ങളെ സഹായിക്കാൻ വരേണ്ടവർ ഇവരാണ്. രൂബനിൽ നിന്ന് ഷെദയൂരിൻ്റെ പുത്രൻ എലിസൂർ. ഷിമയോനിൽ നിന്ന് സുരിഷാദയിൻ്റെ പുത്രൻ സെലുമിയേൽ. യൂദയായിൽ നിന്ന് അമിനാദാബിൻ്റെ പുത്രൻ നഹ്ഷോൻ. ഇസാക്കറിൽ നിന്ന് സുവാറിൻ്റെ പുത്രൻ നെത്താനേൽ. സെബുനൂലിൽ നിന്ന് ഹെലോനിൻ്റെ പുത്രൻ ഏലിയാബ്. ജോസഫിൻ്റെ പുത്രന്മാരായ എഫ്രായിം, മനാസെ എന്നിവരിൽ നിന്ന് യഥാക്രമം അമിഹൂദിൻ്റെ പുത്രൻ എലിഷാമ, പെദഹ്. സൂറിൻ്റെ പുത്രൻ ഗമാലിയേൽ. ബഞ്ചമിനിൽ നിന്ന് ഗിദയോൻ്റെ പുത്രൻ അബിദാൻ. ദാനിൽ നിന്ന് അമിഷാദയുടെ പുത്രൻ അഹിയേസർ. ആഷേറിൽ നിന്ന് ഒക്രാൻ്റെ പുത്രൻ പഗിയേൽ. ഗാദിൽ നിന്ന് റവുയേലിൻ്റെ പുത്രൻ എലിയാസാദ്. നഫ്തായിൽ നിന്ന് എത്താനിൻ്റെ പുത്രൻ അഹിറ. ഇവരാണ് ഇസ്രായേൽ വംശത്തിൻ്റെ നേതാക്കന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട ഗോത്ര തലവന്മാർ. മോശയും അഹ്റോനും ഇവരെ സ്വീകരിച്ചു. 2-ാം മാസം 1-ാം ദിവസം അവർ ജനത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി. ഓരോരുത്തരുടെയും കുടുംബം, ഗോത്രം ഇവയനുസരിച്ച് 20 അതിൽ കൂടുതലും വയസ്സുള്ളവരെ ആളാം പ്രതി പട്ടികയിൽ ചേർത്തു. അങ്ങനെ കർത്താവ് കൽപ്പിച്ചതുപോലെ സീനായി മരുഭൂമിയിൽ വെച്ച് മോശ ഇസ്രായേൽ ജനത്തിൻ്റെ കണക്കെടുത്തു. ഇസ്രായേലിൻ്റെ ആദ്യജാതനായ റൂബൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിന്മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 46,500 പേരുണ്ടായിരുന്നു.
ഷിമിയോൻ്റെ ഗോത്രത്തിൽപ്പെട്ട തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിന്മേലും വയസ്സും യുദ്ധശേഷിയുള്ളവർ 61,300 പേർ. ഗാദിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിന്മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 45,609. യൂദായുടെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിന്മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 74,600. ഇസാക്കറിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിന്മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 64,400. സെബുലൂൻ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിന്മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 57,400. ജോസഫിൻ്റെ മക്കളായ എഫ്രായിമിൻ്റെയും മനാസയുടെയും ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിന്മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ യഥാക്രമം 44,500 36,200. ബെഞ്ചമിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിന്മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 35,400. ദാനിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിന്മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 66,700. ആഷേരിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിന്മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 41,500. നഫ്താലി ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിന്മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 53,400. ഇസ്രായേലിലെ ഗോത്രപ്രതിനിധികളായ 12 നേതാക്കളും മോശയും അഹറോനും ചേർന്നെടുത്ത കണക്കിൽ പെട്ടവരാണിവർ. ഗോത്രമായി 20 അതിന്മേലും വയസ്സുപ്രായത്തിൽ ഇസ്രായേലിലെ യുദ്ധശേഷിയുള്ള പുരുഷന്മാർ ആകെ 6,35,550 ലേവി ഗോത്രത്തെ ജനസംഖ്യയിൽ ഉൾപ്പെടുത്തിയില്ല. കാരണം കർത്താവ് മോശയോട് അരുളി ചെയ്തിരുന്നു, ലേവ്യരെ നീ എണ്ണരുത്, ഇസ്രായേലരുടെ ജനസംഖ്യയിൽ അവരുടെ എണ്ണം ചേർക്കുകയും അരുത്. എന്നാൽ സാക്ഷ്യകൂടാരവും അതിലെ ഉപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട സകലതും ലേവ്യരുടെ മേൽനോട്ടത്തിലായിരിക്കണം. അവർ കൂടാരവും അതിലെ ഉപകരണങ്ങളും വഹിക്കുകയും അതിൽ ശുശ്രൂഷ ചെയ്യുകയും വേണം. കൂടാരത്തിന് ചുറ്റും അവർ താവളമടിക്കട്ടെ. കൂടാരവുമായി പുറപ്പെടേണ്ടി വരുമ്പോൾ ലേവ്യർ അത് അഴിച്ചിറക്കുകയും കൂടാരം അടിക്കേണ്ടി വരുമ്പോൾ അവർ തന്നെ അത് സ്ഥാപിക്കുകയും വേണം. മറ്റാരെങ്കിലും അതിനെ സമീപിച്ചാൽ അവനെ വധിക്കണം. ഇസ്രായേൽ ജനം ഗണങ്ങളായി തിരിഞ്ഞ് ഓരോരുത്തരും താന്താങ്ങളുടെ പാളയത്തിലും സ്വന്തം കൊടിക്കീഴിലും താവളമടിക്കണം. ഇസ്രായേൽ സമൂഹത്തിൻ്റെ നേരെ ദൈവകോപം ഉണ്ടാകാതിരിക്കേണ്ടതിന് ലേവ്യർ സാക്ഷ്യകൂടാരത്തിന് ചുറ്റും പാളയമടിക്കണം. സാക്ഷ്യകൂടാരത്തിൻ്റെ ചുമതല അവർ വഹിക്കുകയും വേണം. ഇസ്രായേൽ ജനം അപ്രകാരം ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ പ്രവർത്തിച്ചു. സംഖ്യയുടെ പുസ്തകത്തിനുള്ള വായന 2-ാം അധ്യായം 1 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. പാളയമടിക്കേണ്ട ക്രമം. കർത്താവ് മോശയോടും അഹരോനോടും അരുളി ചെയ്തു, ഇസ്രായേൽ ജനം അവരവരുടെ ഗോത്രമുദ്രയോട് കൂടിയ പതാകകൾക്ക് കീഴിൽ പാളയമടിക്കണം. സമാഗമ കൂടാരത്തിന് അഭിമുഖമായി ചുറ്റും താവളമുറപ്പിക്കുകയും വേണം. അമിനാദാബിൻ്റെ മകൻ നക്ഷോൻ്റെ നേതൃത്വത്തിലുള്ള യൂദാഗോത്രം സൂര്യനുദിക്കുന്ന കിഴക്കുദിക്കിൽ സ്വന്തം പതാകയ്ക്ക് കീഴിൽ പാളയമടിക്കണം. അവൻ്റെ സൈന്യത്തിൽ 74,600 പേർ. അതിനടുത്ത് സുവാറിൻ്റെ മകൻ നെത്താനേലിൻ്റെ നേതൃത്വത്തിലുള്ള ഇസാക്കർ ഗോത്രം. അവൻ്റെ സൈന്യത്തിൽ 54,400 പേർ. അതിനപ്പുറം ഹെലോൻ്റെ പുത്രൻ എലിയാബിൻ്റെ നേതൃത്വത്തിലുള്ള സെബുലൂൺ ഗോത്രം. അവൻ്റെ സൈന്യത്തിൽ 57,400 പേർ.
യൂദായുടെ പാളയത്തിലെ സൈന്യത്തിൽ ആകെ 1,86,400 പേർ. അവരാണ് ആദ്യം പുറപ്പെടേണ്ടത്. ഷെദയൂറിൻ്റെ മകൻ എലിയൂസറിൻ്റെ നേതൃത്വത്തിലുള്ള റൂബൻ ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ തെക്കു ഭാഗത്ത് പാളയമടിക്കണം. അവൻ്റെ സൈന്യത്തിൽ 46,500 പേർ. അതിനടുത്ത് സുറിഷാദായിൻ്റെ പുത്രൻ സെലൂമിയേലിൻ്റെ നേതൃത്വത്തിലുള്ള ശിമയോൻ ഗോത്രം. അവൻ്റെ സൈന്യത്തിൽ 59,300 പേർ. അതിനപ്പുറം റൗവേലിൻ്റെ പുത്രൻ എലിയാസാഫിൻ്റെ നേതൃത്വത്തിലുള്ള ഗാദ് ഗോത്രം. അവൻ്റെ സൈന്യത്തിൽ 45,650 പേർ. റൂബൻ പാളയത്തിൽ ആകെ 1,86,409 പേർ. അവരാണ് രണ്ടാമത് പുറപ്പെടേണ്ടത്. അനന്തരം പാളയങ്ങളുടെ മധ്യത്തിലായി ലേവ്യരുടെ പാളയത്തോടൊപ്പം സമാഗമ കൂടാരം കൊണ്ടുപോകണം. കൂടാരം അടിക്കുമ്പോഴെന്ന പോലെ തന്നെ പതാകയോടൊത്ത് ക്രമമനുസരിച്ച് ഓരോരുത്തരും പുറപ്പെടണം. അമിഹൂദിൻ്റെ മകൻ എലിഷാമയുടെ നേതൃത്വത്തിലുള്ള എഫ്രായിം ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ പടിഞ്ഞാറു ഭാഗത്ത് താവളമടിക്കണം. അവൻ്റെ സൈന്യത്തിൽ 40,500 പേർ. അതിനടുത്ത് പെദഹ്സൂറിൻ്റെ പുത്രൻ ഗമാലിയേലിൻ്റെ നേതൃത്വത്തിലുള്ള മനാസെ ഗോത്രം. അവൻ്റെ സൈന്യത്തിൽ 36,200 പേർ. അതിനപ്പുറം ഗിദെയോനിൻ്റെ പുത്രൻ അബിദാൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചമിൻ ഗോത്രം. അവൻ്റെ സൈന്യത്തിൽ 35,400 പേർ. എഫ്രായിം പാളയത്തിൽ ആകെ 1,08,100 പേർ. അവരാണ് മൂന്നാമത് പുറപ്പെടേണ്ടത്. അമിഷദായിയുടെ മകൻ അഹിയേസറിൻ്റെ നേതൃത്വത്തിലുള്ള ദാൻ ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ വടക്ക് ഭാഗത്ത് പാളയമടിക്കണം. അവൻ്റെ സൈന്യത്തിൽ 66,700 പേർ. അതിനടുത്ത് ഒക്രാൻ്റെ മകൻ പഗിയേലിൻ്റെ നേതൃത്വത്തിലുള്ള ആഷർ ഗോത്രം. അവൻ്റെ സൈന്യത്തിൽ 46,600 പേർ. 46,500 പേർ. അതിനപ്പുറം ഏനാൻ്റെ മകൻ അഹിറയുടെ നേതൃത്വത്തിലുള്ള നഫ്താലി ഗോത്രം. അവൻ്റെ സൈന്യത്തിൽ 53,400 പേർ. ദാനിൻ്റെ പാളയത്തിൽ ആകെ 1,17,400 പേർ. സ്വന്തം പതാകകളോടുകൂടി അവരാണ് ഏറ്റവും അവസാനം പുറപ്പെടേണ്ടത്. ഗോത്രക്രമമനുസരിച്ച് ജനസംഖ്യയിൽപ്പെട്ട ഇസ്രായേൽ ജനം ഇവരാണ്. പാളയത്തിലുണ്ടായിരുന്നവരും ഗണമനുസരിച്ച് കണക്കെടുക്കപ്പെട്ടവരുമായ ആളുകൾ ആകെ 6,03,550. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ ലേവ്യരെ എണ്ണിയില്ല. കർത്താവ് മോശയോട് കൽപ്പിച്ച പ്രകാരം ഇസ്രായേൽ പ്രവർത്തിച്ചു. അവർ സ്വന്തം പതാകകൾക്ക് കീഴെ പാളയമടിക്കുകയും ഗോത്രവും കുടുംബവും അനുസരിച്ച് യാത്ര പുറപ്പെടുകയും ചെയ്തു. സംഖ്യയുടെ പുസ്തകത്തിനുള്ള വായന 3-ാം അധ്യായം 1 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. അഹ്റോൻ്റെ പുത്രന്മാർ. സീനായി മലമുകളിൽ വച്ച് ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ അഹ്റോൻ്റെയും മോശയുടെയും വംശാവലി ഇപ്രകാരമായിരുന്നു. അഹ്റോൻ്റെ പുത്രന്മാരുടെ പേരുകൾ: ആദ്യജാതനായ നാദാബും അബീഹു, എലിയാസർ, ഇത്താമർ എന്നിവരും. ഇവർ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ അഭിഷിക്തരായ അഹ്റോൻ്റെ പുത്രന്മാരാണ്. ഇവരിൽ നാദാബും അബീഹുവും സീനായി മരുഭൂമിയിൽ കർത്താവിന് മുമ്പിൽ അവിശുദ്ധമായ അഗ്നി അർപ്പിച്ചപ്പോൾ അവിടെ വച്ച് മരിച്ചു. അവർക്ക് സന്താനങ്ങളില്ലായിരുന്നു. അതിനാൽ എലിയാസറും ഇത്താമറും തങ്ങളുടെ പിതാവായ അഹ്റോൻ്റെ ജീവിതകാലത്തു തന്നെ പുരോഹിതന്മാരായി സേവനമനുഷ്ഠിച്ചു. ലേവ്യരുടെ കടമകൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു: ലേവി ഗോത്രത്തെ കൊണ്ടുവന്ന് അഹ്റോൻ്റെ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കുക. അവർ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം സമാഗമ കൂടാരത്തിനു മുമ്പിൽ അഹ്റോനും സമൂഹത്തിനും വേണ്ടി സേവനമനുഷ്ഠിക്കട്ടെ. സമാഗമ കൂടാരത്തിലെ വസ്തുക്കളുടെ മേൽനോട്ടവും അവർക്കായിരിക്കും. കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം ഇസ്രായേൽ ജനത്തിനും അവർ സേവനം ചെയ്യണം. ലേവ്യരെ അഹ്റോനും പുത്രന്മാർക്കും വേണ്ടി നിയോഗിക്കുക. ഇസ്രായേൽ ജനത്തിൽ നിന്ന് അഹ്റോന് പൂർണ്ണമായും നൽകപ്പെട്ടവരാണിവർ. നീ അഹ്റോനെയും പുത്രന്മാരെയും പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി അധികാരപ്പെടുത്തുകയും അവർ അത് അനുഷ്ഠിക്കുകയും ചെയ്യണം.
മറ്റാരെങ്കിലും വിശുദ്ധ വസ്തുക്കളെ സമീപിച്ചാൽ അവരെ വധിക്കണം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേലിലെ ആദ്യജാതന്മാർക്ക് പകരം ഞാൻ ലേവ്യരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവർ എനിക്കുള്ളവരാണ്. എന്തെന്നാൽ കടിഞ്ഞൂൽ പുത്രന്മാരെല്ലാം എൻ്റേതാണ്. ഈജിപ്തുകാരുടെ ആദ്യജാതന്മാരെ നിഗ്രഹിച്ചപ്പോൾ ഇസ്രായേലിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂൽ സന്താനങ്ങളെ എനിക്കായി ഞാൻ മാറ്റി നിർത്തി. അവർ എൻ്റെ സ്വന്തമാണ്. ഞാനാണ് കർത്താവ്. ലേവ്യരുടെ സംഖ്യ. സീനായി മരുഭൂമിയിൽ വെച്ച് കർത്താവ് മോശയോട് അരുളി ചെയ്തു, 1 മാസവും അതിനുമേലും പ്രായമുള്ള ലേവ്യപുത്രന്മാരുടെ കണക്ക് ഗോത്രവും കുടുംബവും അനുസരിച്ച് എടുക്കുക. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അവരുടെ കണക്കെടുത്തു. ലേവിയുടെ പുത്രന്മാർ ഇവരായിരുന്നു: ഗർഷോൻ, കോഹാത്ത്, മെരാരി. കുടുംബമനുസരിച്ച് ഗോർഷോൻ്റെ പുത്രന്മാരുടെ പേരുകൾ: ലിബ്നി, ഷെമീം. കുടുംബമനുസരിച്ച് കോഹാത്തിൻ്റെ പുത്രന്മാർ ഇവരാണ്: അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ. കുടുംബമനുസരിച്ച് മെരാരിയുടെ പുത്രന്മാർ മഹ്ലി, മൂഷി. ഇവയാണ് പിതൃഗോത്രപ്രകാരം ലേവ്യരുടെ കുടുംബങ്ങൾ. ലിബ്നിയരുടെയും ഷെമിയരുടെയും കുടുംബങ്ങളുടെ ഉത്ഭവം ഗർഷോനിൽ നിന്നാണ്. ഇവയാണ് ഗർഷോന്യ കുടുംബങ്ങൾ. 1 മാസവും അതിൽ കൂടുതലും പ്രായമുള്ള പുരുഷന്മാർ 7500. ഗർഷോൻ കുടുംബക്കാർ കൂടാരത്തിൻ്റെ പിറകിൽ പടിഞ്ഞാറ് വശത്ത് ലായേലിൻ്റെ മകൻ എലിഫാസിൻ്റെ നേതൃത്വത്തിൽ പാളയമടിക്കണം. ഗർഷോൻ കുടുംബക്കാർ സമാഗമ കൂടാരത്തിൽ പെട്ടകം, കൂടാരം, അതിൻ്റെ ആവരണം, വാതിലിൻ്റെ തിരശ്ശീല, കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെ വിരികൾ, അങ്കണവാതിലിൻ്റെ യവണിക, ഇവയുടെ ചരടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട സകല ജോലികളും ചെയ്യണം. അമ്രാമ്യർ, ഇസ്ഹാര്യർ, ഹെബ്രോന്യർ, ഉസിയേലിയർ എന്നിവർ കോഹാത്തിൽ നിന്ന് ജനിച്ച കുടുംബങ്ങളാകുന്നു. 1 മാസവും അതിന്മേലും പ്രായമുള്ള പുരുഷന്മാർ 8600. വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യാനുള്ള കടമ അവരുടേതാണ്. കോഹാത്ത് കുടുംബങ്ങൾ കൂടാരത്തിൻ്റെ തെക്ക് വശത്താണ് പാളയമടിക്കേണ്ടത്. അവരുടെ നേതാവ് ഉസിയേലിൻ്റെ മകൻ എലിസാഫാൻ ആണ്. പെട്ടകം, മേശ, വിളക്കുകാല്, ബലിപീഠങ്ങൾ, വിശുദ്ധ സ്ഥലത്ത് പുരോഹിതൻ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, തിരശ്ശീല എന്നിവയും അവയെ സംബന്ധിക്കുന്ന ജോലികളും ഇവരുടെ ചുമതലയാണ്. പുരോഹിതനായ അഹ്റോൻ്റെ പുത്രൻ എലിയാസറിന് ലേവ്യരുടെ നേതാക്കന്മാരുടെ നേതൃത്വവും വിശുദ്ധ സ്ഥല വിചാരിപ്പുകാരുടെ മേൽനോട്ടവും ഉണ്ടായിരിക്കും. മഹ്ലി, മൂഷി എന്നീ കുടുംബങ്ങൾ മെരാരിയിൽ നിന്ന് ഉണ്ടായി. ഇവയാണ് മെരാരി കുടുംബങ്ങൾ. അവയിൽ 1 മാസവും അതിന്മേലും പ്രായമുള്ള പുരുഷന്മാർ 6200. മെരാരി ഗോത്രത്തിൻ്റെ തലവൻ അബിഹയേലിൻ്റെ മകൻ സുരിയേൽ ആയിരുന്നു. കൂടാരത്തിന് വടക്കു ഭാഗത്താണ് അവർ പാളയമടിക്കേണ്ടത്. മെരാരിയുടെ പുത്രന്മാർ കൂടാരത്തിൻ്റെ ചട്ടക്കൂട്, അഴികൾ, തൂണുകൾ, അവയുടെ പാദകൂടങ്ങൾ, മറ്റു ഉപകരണങ്ങൾ ഇവയുമായി ബന്ധപ്പെടുന്ന എല്ലാ ജോലികളും ചെയ്യണം. അങ്കണത്തിൻ്റെ തൂണുകൾ, അവയുടെ പാദകൂടങ്ങൾ, കുറ്റികൾ, ചരടുകൾ ഇവയുടെ മേൽനോട്ടവും അവർ വഹിക്കണം. സമാഗമ കൂടാരത്തിനു മുമ്പിൽ കിഴക്കുവശത്ത് പാളയമടിക്കേണ്ടത് മോശയും അഹ്റോനും അവൻ്റെ പുത്രന്മാരുമാണ്. വിശുദ്ധ സ്ഥലത്ത് ഇസ്രായേൽ ജനത്തിനു വേണ്ടി നിർവഹിക്കേണ്ട എല്ലാ ആരാധനയുടെയും ചുമതല അവർക്കാണ്. മറ്റാരെങ്കിലും അതിന് മുതിർന്നാൽ അവനെ വധിക്കണം. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്റോനും കൂടി 1 മാസവും അതിന്മേലും പ്രായമുള്ള ലേവ്യരുടെ എണ്ണമെടുത്തപ്പോൾ സംഖ്യ 26000 ആയിരുന്നു. ലേവ്യർ ആദ്യജാതർക്ക് പകരം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനങ്ങളിൽ 1 മാസവും അതിന്മേലും പ്രായമുള്ള എല്ലാ കടിഞ്ഞൂൽ പുത്രന്മാരെയും പേര് വിളിച്ചെണ്ണുക. ഇസ്രായേലിലെ ആദ്യജാതന്മാർക്ക് പകരം ലേവ്യരെ എനിക്കായി മാറ്റി നിർത്തുക. അതുപോലെ ഇസ്രായേലരുടെ മൃഗങ്ങളുടെ കടിഞ്ഞൂലുകൾക്ക് പകരം ലേവ്യരുടെ മൃഗങ്ങളെയും എനിക്കായി മാറ്റി നിർത്തുക. ഞാനാണ് കർത്താവ്. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ ഇസ്രായേലരുടെ ആദ്യജാതന്മാരെയെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി. 1 മാസവും അതിന്മേലും പ്രായമുള്ള ആദ്യജാതരായ എല്ലാ പുരുഷ സന്താനങ്ങളെയും വേർതിരിച്ച് എണ്ണിയപ്പോൾ 26273 പേർ ഉണ്ടായിരുന്നു.
കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേലരുടെ ആദ്യജാതന്മാർക്ക് പകരം ലേവ്യരുടെ എടുക്കുക. അവരുടെ കന്നുകാലികൾക്ക് പകരം ലേവ്യരുടെ കന്നുകാലികളെയും. ലേവ്യർ എനിക്കുള്ളവരാണ്, ഞാനാണ് കർത്താവ്. ലേവ്യ പുരുഷന്മാരുടെ എണ്ണത്തിൽ കവിഞ്ഞുള്ള 273 ഇസ്രായേൽ ആദ്യജാതന്മാരുടെ വീണ്ടെടുപ്പിന് ആളൊന്നിന് 5 ഷെക്കൽ വീതം എടുത്ത് അധികം വരുന്നവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി അഹ്റോനെയും മക്കളെയും ഏൽപ്പിക്കുക. വിശുദ്ധ സ്ഥലത്തെ നിരക്കനുസരിച്ച് 20 ഗേരയാണ് 1 ഷെക്കൽ. ലേവ്യരാൽ വീണ്ടെടുക്കപ്പെടാതെ അവശേഷിച്ചവരുടെ വീണ്ടെടുപ്പ് വില മോശ ശേഖരിച്ചു. ഇസ്രായേലിലെ ആദ്യജാതരിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തെ ഷെക്കലിൻ്റെ കണക്കനുസരിച്ച് 1355 ഷെക്കൽ മോശ പിരിച്ചെടുത്തു. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് മോശ വീണ്ടെടുപ്പ് വില അഹ്റോനെയും മക്കളെയും ഏൽപ്പിച്ചു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി.